നമ്മുടെ ബി.ജെ.പിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അവിടെ നിന്നത്. അതുകൊണ്ടാണ് പിന്നെ രാജി കൊടുക്കേണ്ടി വന്നത്. സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അതിൽ നമുക്ക് തന്നിട്ടില്ല, നമുക്കൊരു വിലയും തന്നിട്ടില്ല. അവർ സ്ത്രീകൾക്കൊരു പരിഗണനയും ഒരു വിലയും തരാത്ത ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ നിന്നത്. അതുകൊണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് രാജി നടക്കാൻ. അപ്പോൾ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെ ഇനിയും നമ്മൾ ഇതിൽ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും. ഒരു നീതിയും ലഭിച്ചിട്ടില്ല, ഒരു നീതിയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അവര് നമ്മുടെ CPM-ലോട്ട് തള്ളി വിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത്. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ BJP ഭരണ നേതൃത്വമുള്ള ഏക ഗ്രാമപഞ്ചായത്തായ കരവാരത്ത് നിന്നും പാർട്ടിക്ക് തിരിച്ചടി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിന്ധു എസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തങ്കമണി M എന്നിവരാണ് BJP പാർട്ടി വിട്ട് CPM-ലേക്ക് ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇതോടൊപ്പം ആറ്റിങ്ങൽ നഗരസഭയിൽ BJP-യുടെ മുൻ കൗൺസിലർ സംഗീത റാണിയും CPM-ൽ ചേർന്നു. BJP സംസ്ഥാന നേതൃത്വത്തിന്റെ സ്ത്രീവിരുദ്ധ നിലപാടുകളാണ് പാർട്ടി വിടാൻ കാരണമെന്ന് പാർട്ടി വിട്ട 3 ജനപ്രതിനിധികളും ആറ്റിങ്ങലിൽ നടത്തിയ മാധ്യമ സമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ ബി.ജെ.പിയുടെ അകത്ത് നിന്നുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ്. കേരള BJP രാഷ്ട്രീയത്തിൽ സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു ന്യൂസിലൂടെ മനസ്സിലായി. കാരണം ശോഭ കേന്ദ്രൻജി എന്ന് പറയുന്നത് നമുക്കൊക്കെ എല്ലാവർക്കും പ്രചോദനമായ ഒരു സ്ത്രീ ശക്തിയായിരുന്നു. അത്രയും ശക്തിയായ ഒരു കഥാപാത്രം, അത്രയും ശക്തിയായ ഒരു വ്യക്തി, ആ വ്യക്തിക്ക് വേണ്ടി പ്രവർത്തിച്ചവർ തന്നെ അവർക്ക് പിന്തുണ നൽകാതെ മറ്റൊരു കോൺഗ്രസ് പ്രവർത്തനത്തിലോട്ട് പോയി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. അപ്പൊ അത്രയും ശക്തമായ ഒരു നേതാവിനെ അവർക്കെതിരെ പോലും അവരുടെ കൂടെ നിന്നവർ പ്രവർത്തിച്ചു എന്ന് പറയുമ്പോൾ അതിൽപ്പോ ഒരു വിഷമവും നാണക്കേടും ഇല്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ആ സ്ത്രീക്ക് പോലും നിൽക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ളവർ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുന്നത്? ഒരു പ്രശ്നം വന്നാൽ കൂടെ നിൽക്കാൻ ആരുമില്ല. ഇല്ല എന്ന് മാത്രമല്ല, നമ്മളെ ചവിട്ടി തേക്കുകയും ഒരു കൗൺസിലർ എന്നൊരു സ്ഥാനത്ത് വന്നപ്പോൾ നമ്മൾ വ്യക്തിപരമായി പോലും പല രീതിയിലും വേദനാജനകമായ സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കൊരു വിലയും തന്നിട്ടില്ല. അവർ സ്ത്രീകൾക്കൊരു പരിഗണനയും ഒരു വിലയും തരാത്ത ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ഇതുവരെ നിന്നത്. അതുകൊണ്ട് വളരെ വിഷമത്തോട് തന്നെയാണ് രാജി നടക്കാൻ സാഹചര്യം ഉണ്ടായത്. അത്തരത്തിലാണ് ഇനിയും തുടർന്നും ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന സ്ത്രീകൾ BJP-ക്കകത്തുണ്ട്. അപ്പൊ അത് വളരെ വ്യക്തമായതുകൊണ്ട് ഇത്രയും വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം വന്ന ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഇതിലോട്ട് വരാനായിട്ടൊരു സാഹചര്യം ഉണ്ടായത്. CPI-ലോട്ട് വരികയും CPM-ലോട്ട് പ്രവർത്തിക്കാനായിട്ട് താല്പര്യപ്പെടുകയും അവർ സ്ത്രീകൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നതാണെന്ന് മനസ്സിലായിട്ടാണ് മുന്നോട്ട് വന്നത്. ഒരു കൗൺസിലർ പങ്കെടുക്കാതിരിക്കുകയും സ്ഥിരമായിട്ട് സ്ത്രീ കൗൺസിലർ വരത്തില്ല. അതും ഇത് തന്നെയായിരുന്നു പ്രശ്നം. അവർക്ക് വ്യക്തമായ പരിഗണന കിട്ടാത്തതുകൊണ്ട് അവരെല്ലാത്തിൽ നിന്നും മാറി നിന്നായിരുന്നു. അത് കൂടെ നിന്നുള്ള ഒരു കൗൺസിലർ ചോദ്യം ചെയ്യുകയും അതിനെ തുടർന്ന് പാർട്ടി ഓഫീസിൽ അതിന്റെ പരമായിട്ട് ചർച്ച നടക്കുകയും ആ ചേച്ചിക്ക് വളരെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിച്ച രീതിയിൽ ഒരു സംഭവം ഉണ്ടായതിന്റെ പേരിലാണ് ആ ചേച്ചി രാജി കൊടുത്തത്. അപ്പൊ ഇപ്പോഴും ആ ചേച്ചി അതിൽ നിന്ന് ഇതുവരെ റിക്കവർ ആയിട്ടില്ല. മാനസികമായിട്ട് ഒരുപാട് വിഷമം. കാരണം ജനങ്ങൾ നമ്മൾ പറഞ്ഞതുപോലെ കൗൺസിലർ എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ച് നിർത്തുന്നവരാണ്. അവരുടെ എല്ലാ കാര്യങ്ങൾക്കും 5 വർഷം കൂടെ ഉണ്ടാവുന്ന രീതിയിലാണ് നിർത്തുന്നത്. അപ്പൊ അത്രയും വിഷമം അനുഭവിക്കേണ്ടി വന്നത് കൊണ്ടാണ് ഒരു രാജി കൊടുക്കുന്നത്. അത്രയും വേദനാജനകമായ സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ ചേച്ചി നമ്മൾ സത്യം പറഞ്ഞാൽ ആത്മഹത്യ വരെ ചെയ്യേണ്ട ഒരു അവസ്ഥയിലോട്ടാണ് അവിടെ നിന്നത്. അതുകൊണ്ടാണ് പിന്നെ രാജി കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ ഒരു സംഭവം ഉള്ളത് സത്യം തന്നെയാണ്. നഗരസഭയെ നമ്മൾ 2 വരിയിലാണ് നമ്മുടെ രാജി ഒതുക്കിയത്. 2 വരിയിൽ നമ്മൾ വ്യക്തിപരമായ കാരണങ്ങൾ രാജിവെക്കുന്നു എന്ന് മാത്രമാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ ഈ ആക്ഷേപം ഉന്നയിച്ചതോടു കൂടിയാണ് അവര് നമ്മളെ CPM-ലോട്ട് തള്ളി വിടുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരത്തിലാണ് അവരുടെ വാക്കുകൾ ഉണ്ടായിരുന്നത്. അവർ വേറൊരു പാർട്ടിയെ ആക്ഷേപിച്ച് പറഞ്ഞില്ല. ഇവർ CPM-ൽ നിന്ന് 10 ലക്ഷം രൂപ മേടിച്ചു, 25 ലക്ഷം രൂപ മേടിച്ചു, ജോലി ചെയ്തു എന്നൊക്കെയാണ് കിട്ടിയിട്ടാണ് മാറിയത് എന്നാണ് അറിയുന്നത്. പക്ഷെ ഇന്നലെ വരെ ഞാൻ കടയിൽ പോയി 100 രൂപയ്ക്ക് കച്ചവടം ചെയ്താണ് ജീവിച്ചത് ഇന്നലെ വരെ. അപ്പോൾ എൻ്റെ സഹപ്രവർത്തകയായ ഷീല ചേച്ചിയും അവരുടെ വീട്ടിൽ മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ച് സുഖമില്ലാണ്ട് കിടക്കുകയാണ്. ചുമയും പനിയും ഇതുവരെ ആ റിക്കവറിൽ ആയിട്ടില്ല. അവർ അത്തരത്തിൽ വേദന, കാരണം ആളുകൾ ഇങ്ങനെ പറഞ്ഞ് നേരത്തെ ഇവർ പരത്തി തയ്യാറാക്കി വച്ചേക്കുകയായിരുന്നു ഞങ്ങൾ ഇറങ്ങിയാന്ന് പോലും. പക്ഷെ അതിന് മുന്നേ അവർ ചോദിച്ചിട്ടില്ല. പിന്നെ അവർ ഒരു വാക്ക് പോലും വിളിച്ചു വെച്ചില്ല, നിങ്ങൾ എന്തുകൊണ്ട് രാജിവെച്ചു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുക്കുന്നത്. ഇവരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷം ഇത് സത്യമല്ല എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബൈറ്റ് കൊടുത്ത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായി, മണ്ഡല ഓഫീസിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ പേരിലാണ് രാജിവെച്ചത്. അതിനുശേഷമാണ് എല്ലാവരും പറഞ്ഞത്. അതുവരെ ഞങ്ങൾ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, നാട്ടുകാരോടും പറഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനെ അടി ഉണ്ടായിട്ടുള്ളതെന്ന്. പക്ഷെ ഇവരാണ് സ്വന്തമായിട്ട് പറഞ്ഞുണ്ടാക്കിയത്. നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മേടിച്ചിട്ടാണ് നമ്മൾ CPM-കാരെ ഞങ്ങളെ ഓഫർ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പക്ഷെ ഇന്നലെ വരെ അങ്ങനെ ഒരു ഓഫർ ഉണ്ടായിരുന്നിട്ടില്ല, വാങ്ങിച്ചിട്ടുമില്ല.
2019 തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രനെ പരാജയപ്പെടുത്താൻ അടൂർ പ്രകാശുമായി വി മുരളീധരനും സംഘവും ഒത്തുകളിച്ചതിന്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഞാൻ കരവാരം ഗ്രാമപഞ്ചായത്തിലെ BJP നേതൃത്വത്തിലൂടെ മത്സരിച്ച് ജയിച്ചു വൈസ് പ്രസിഡന്റ് ആയ വ്യക്തിയാണ്. ഞാൻ ഇന്ന് പഞ്ചായത്തിൽ രാജി സമർപ്പിച്ചിട്ട് വരുന്ന വഴി നമ്മുടെ ദേശീയ പാർട്ടി CPM നേതൃത്വത്തോട് പോകാനായിട്ട് തീരുമാനമെടുത്തു. പെട്ടെന്ന് രാജി സമർപ്പിക്കാനുണ്ടായ കാരണം പെട്ടെന്നുള്ള തീരുമാനമല്ല. നമ്മൾ 2 വർഷമായിട്ട് നമ്മൾ നിരന്തരം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്റെയും മാനസികമായ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവർ മാനസികമായിട്ട് ഞങ്ങളെ ഒരുപാട് നിരന്തരം സോഷ്യൽ മീഡിയ വഴിയും അല്ലാതെ ഞങ്ങളുടെ വാർഡിലുള്ള ജനങ്ങളോടും ഒരുപാട് നമ്മളെപ്പറ്റി മോശമായിട്ടുള്ള അഭിപ്രായങ്ങളും കഴിവില്ലാത്തവർ മെമ്പർമാരെന്നുള്ള അഭിപ്രായങ്ങളും അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പാർട്ടി നേതൃത്വത്തോട് പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് VV രാജേഷ്, സംഘടനാ ജനറൽ സെക്രട്ടറി ബംഗാളി സതീശൻ ഇവരുടെ അടുത്തൊക്കെ നമ്മളെ പരാതി ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിച്ച് സംസാരിച്ചതല്ലാതെ അതിന് വേണ്ടുന്ന ഒരു നടപടി ഇതുവരെയും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സ്ത്രീ എന്നുള്ള ഒരു മാന്യത പോലും അവർ നമുക്ക് തന്നിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് പെട്ടെന്ന് നമ്മൾ രാജിവെച്ച് മാറാനായിട്ട് തീരുമാനമെടുക്കുന്നത്. കൂടാതെ കഴിഞ്ഞ ദിവസം വന്ന ഒരു വാർത്ത, ചാനലിൽ വന്ന ഒരു വാർത്ത, നമ്മുടെ ശോഭാ സുരേന്ദ്രനെ പറ്റി ഒരു വാർത്ത വന്നു. നമ്മുടെ ദേശീയ സെക്രട്ടറി ഓഫീസിൽ നിന്നുള്ള ഒരു അറിയിപ്പുണ്ടായ ഒരു വോയിസ് ക്ലിപ്പ് നമ്മൾ കേൾക്കാനിടയായി. അപ്പോൾ ഇത്രയും പ്രമുഖയായ അല്ലെങ്കിൽ ഇത്രയും ശക്തമായ ഒരു വനിതാ നേതാവിനെ പറ്റി അവരെ തോൽപ്പിക്കുന്നതിന് വേണ്ടി UDF സ്ഥാനാർത്ഥിയുടെ കൂടെ വോട്ട് പിടിച്ചു കൊടുത്തു എന്നുള്ളൊരു വാർത്ത വന്നപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോയി. ആ സംഭവം നമ്മളെ ഒരുപാട് വിഷമിപ്പിച്ചു. ഇത്രയും വലിയൊരു നേതാവിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ സാധാരണക്കാരായ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അപ്പോൾ മാനസിക പീഡനം സഹിക്കവയ്യാതെ അല്ലെങ്കിൽ ഇനിയും നമ്മൾ ഇതിൽ തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തും. അത് കൂടാതെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയ, നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പ് വഴിയൊക്കെ നമ്മൾ ആക്ഷേപിക്കുകയും ഞാൻ അതിനെതിരെ പ്രതികരിക്കും, പോലീസ് കേസായി. അങ്ങനെ ഇത് നമ്മുടെ CPM നേതൃത്വത്തെ ഞാൻ അറിയിച്ചു. അപ്പോൾ അവർ എന്നെ സഹായിച്ചു. അതിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ന് പോയി രാജി സമർപ്പിക്കുകയും അത് സെക്രട്ടറി അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി വരും നാളുകളിൽ ഞാൻ CPIM-നോടൊപ്പം പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ജില്ലാ ഘടകത്തിലും മറ്റുള്ള നമ്മുടെ നേതാക്കന്മാരെ എല്ലാം അറിയിച്ചതാണ്. പക്ഷെ അവർ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുകയല്ലാതെ അവരുടെ താക്കീത് കൊടുക്കുകയോ അല്ലെങ്കിൽ അവരുടെ അടുത്ത് പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. നമുക്ക് മാത്രമുള്ള ഒരു നീതിയും ലഭിച്ചിട്ടില്ല. ഒരു നീതിയും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. BJP സംസ്ഥാന നേതൃത്വം നേരിട്ടാണ് അടൂർ പ്രകാശുമായി 2019 ധാരണയിലെത്തിയിരുന്നത്. ഇത് സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ BJP സംസ്ഥാന കമ്മിറ്റിയുടെ ഓഫീസ് സെക്രട്ടറിയുടെ തെളിവുകൾ പുറത്തുവന്ന സാഹചര്യത്തിൽ പൂർണ്ണമായും ഇക്കാര്യത്തിൽ ഉറപ്പുണ്ടായെന്നും ഇവർ പറഞ്ഞു. മാനസിക സമ്മർദ്ദം മൂലമാണ് രാജിക്കത്ത് നൽകിയത്. അത് സ്വീകരിച്ചു. അല്ലാതെ ആരുടെയും പ്രേരണയിലല്ല ഞാൻ രാജിക്കത്ത് കൊടുക്കുന്നത്. പിന്നെ CPM പാർട്ടിയിൽ പ്രവർത്തിക്കാനായിട്ട് ഇരിക്കുകയാണ്. അതിന് വരുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നതായിരിക്കും. അല്ലാതെ വേറെ പ്രശ്നമൊന്നും വലുതായിട്ടൊന്നുമില്ല. പിന്നെ എൻ്റെ പാർട്ടിയിൽ ഇറങ്ങി നമ്മൾ മോശമാക്കും, നമ്മളെ മെമ്പർമാരും കഴിവില്ലാത്തതാണ് എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പറയുമ്പോഴത്തേക്ക് ജനങ്ങൾ നമ്മളെ മുന്നിൽ അവരെ പ്രതിഷേധം അറിയും. അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ രാജ്യത്തിലേക്ക്. സാധാരണ ജനങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്ത പാർട്ടിയായി BJP മാറിക്കഴിഞ്ഞുവെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. BJPയുടെ അങ്ങേയറ്റത്തെ പിന്തിരിപ്പൻ പ്രവർത്തനങ്ങളിൽ മനസ്സുമെടുത്താണ് അവരെ പാർട്ടി വിടാൻ തീരുമാനിച്ചത്. കാരണങ്ങൾ അവർ തന്നെ വിശദീകരിച്ചു. ഏറെ നാളായി കേന്ദ്രമന്ത്രിയായിരിക്കുന്ന ശ്രീ മുരളീധരൻ അദ്ദേഹത്തിന് ജന്മനാടായ കേരളത്തിന് വേണ്ടി ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, തയ്യാറായില്ല എന്ന് മാത്രമല്ല, കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം കേരളത്തെ അപമാനിക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ്, വർത്തമാനങ്ങളാണ് മുരളീധരൻ ഇക്കാലത്ത് അത്രയും പറഞ്ഞുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ അവസാനത്തതാണ് കേരളത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഗവൺമെന്റ് കേസ് കൊടുത്തപ്പോൾ കേന്ദ്രത്തിന് മുമ്പിൽ പിച്ചത്തട്ടിയുമായി യാചിച്ചു നിൽക്കുന്നു എന്ന് കേരളത്തെക്കുറിച്ച് പറയാൻ
ബഹുമാനപ്പെട്ട മന്ത്രി മുരളീധരൻ തയ്യാറായി. ഇത്തരത്തിലുള്ള മന്ത്രി സ്വന്തം പാർട്ടിയിൽ തന്നെ ഗ്രൂപ്പിസം വളരെ ശക്തിയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പ്രതിഷേധിച്ചാണ് ഈ സ്ഥാനമാനങ്ങൾ രാജിവെച്ചുകൊണ്ട് അവർ ഇടതുപക്ഷത്തേക്ക് CPIഎമ്മിലേക്ക് യോജിച്ചു പോകാൻ വേണ്ടി തീരുമാനിച്ചു. ഒരു സ്ഥാനമാനങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ടല്ല അവർ വന്നത് എന്ന് മാത്രമല്ല, അതിലുണ്ടായിരുന്ന സ്ഥാനങ്ങൾ രാജിവെച്ചുകൊണ്ടാണ് അവർ ഞങ്ങളുടെ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. അതുകൊണ്ട് തന്നെ അവരെ സഹർഷം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇടതുപക്ഷ പാർട്ടി CPM നൽകും എന്ന കാര്യം അവരറിയിക്കുകയാണ്. ഇനിയും ചില ആളുകൾ ഈ BJPയുടെ പ്രവർത്തനങ്ങളെ മറന്നത് ഇടതുപക്ഷത്തേക്ക് മാറുന്ന അവസ്ഥ ആവശ്യമാതെ തന്നെ ഈ മേഖലയിൽ ഉണ്ടാവും എന്ന കാര്യം കൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുക. ആറ്റിങ്ങലിലെ ഇടതുപക്ഷ ലോക്സഭാ സ്ഥാനാർത്ഥി V. ജോയ്, A. റഹീം MP, R. രാമു, ആറ്റിങ്ങലിലെ മുതിർന്ന CPM നേതാക്കൾ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തലസ്ഥാന വാർത്തകൾ ആറ്റിങ്ങൽ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള LED ലൈറ്റുകളുടെയും ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്. മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. ഫോൺ 9349636108 702552331. CS ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്, മാമം പാലത്തിന് സമീപം, പാലമൂട്, ആറ്റിങ്ങൽ. Arabian Fashion Jewelry, ആലങ്ങോട്, പോത്തൻകോട്, ആറ്റിങ്ങൽ. അതിരുകളില്ലാത്ത ആത്മബന്ധം.